ഹേ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡീമൺ സ്ലെയർ എന്ന ജാപ്പനീസ് അനിമെ ടി വി സീരീസിന്റെ സീസൺ 4ലെ 4ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു ആനിമെ ഫാൻ ആണെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആനിമെ കാണുന്ന നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിന്റെ നമ്പർ മേടിച്ച് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങുക. നിങ്ങളുടെ നാട്ടിൽ ആനിമെ കാണുന്ന എല്ലാവരും ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കണം. എല്ലാ ദിവസവും പുതിയ പുതിയ ആനിമകളെ പറ്റി നിങ്ങൾ അതിൽ ചർച്ച ചെയ്യണം. നമ്മുടെ ഓരോ വീഡിയോ വരുന്ന സമയത്തും നിങ്ങൾ ആ ഗ്രൂപ്പിലോട്ടെല്ലാം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമുക്ക് സാധാരണക്കാരടങ്ങുന്ന എല്ലാവരും കൂടി ചേർന്ന് ഒരു ആനിമെ കമ്മ്യൂണിറ്റി തന്നെ ബിൽഡ് ചെയ്യണം. സോ ഫ്യൂച്ചറിൽ ആ ഒരു കമ്മ്യൂണിറ്റി കൊണ്ട് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം. ഇത് ജസ്റ്റ് എന്റെ ഒരു പ്ലാൻ മാത്രമാണ്. എനിമെ എന്ന് പറയുന്നത് വെറും ഒരു കാർട്ടൂൺ ആണെന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് ശരിക്കും അത് എന്താണെന്ന് നമ്മൾ വേണം കാണിച്ചു കൊടുക്കാൻ. സോ ആർ യു റെഡി ഗൈസ്? അപ്പൊ തുടങ്ങിക്കോ. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ടെൻകൻ യൂസുവിയുടെ സ്ട്രെങ്ത് ട്രെയിനിങ് കഴിഞ്ഞ് മൂച്ചിറോ ടോക്കിറ്റോട് അടുത്തോട്ട് പോകുന്ന ടാഞ്ചിറോനെയാണ്. അങ്ങോട്ട് ചെല്ലുമ്പോ തന്നെ വേദന കൊണ്ട് ഒച്ചയുണ്ടാക്കുന്ന ആളുകളുടെ സൗണ്ട് ഒക്കെ അവൻ കേൾക്കുന്നുണ്ട്. ഇല്ല, ഇത് എന്നെ കൊണ്ട് ഇനി എടുക്കാൻ സാധിക്കില്ല. ഓ, നീ എന്തീ പറഞ്ഞു വരുന്നേ? നിനക്കിത് നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ പെട്ടെന്ന് എന്നെ നീ ഒരു ഡീമന്റെ ഭക്ഷണമായി മാറും എന്ന് ടോക്കിട്ടോ ഡീമൺ സ്ലെയറിനോട് പറയുന്നു. ഇത് കേട്ട് ടെൻഷനായ അവൻ ടോക്കിട്ടോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ടോക്കിട്ടോ അവനെ അടിച്ച് താഴെ ഇടുവാണ്. ഇതൊരു യഥാർത്ഥ ഫൈറ്റ് ആയിരുന്നെങ്കിൽ ഇതിനോടകം നീ 3 തവണ മരിച്ചേനെ. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡീമൺ സ്ലേയേഴ്സും എഴുന്നേക്കുവാണ്. എല്ലാവരും എന്റെ മൂവ്മെന്റ്സ് ഫോളോ ചെയ്യും എന്ന് പറഞ്ഞ് ടോക്കിട്ടോ വളരെ വേഗത്തിൽ അവർ ഓരോരുത്തരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഓടുന്നു. ഡേയ്, നീ എന്തേ കാണിക്കുന്നേ? നീ വീണ്ടും മരിച്ചു എന്ന് നേരത്തെ പറഞ്ഞവനോട് തന്നെ വീണ്ടും പറയുന്നു. പിന്നൊരു കാര്യം, ആരെങ്കിലും വീണു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അവിടെ തന്നെ കിടക്കരുത്. നിങ്ങൾ നിർത്തിയാൽ അതിനർത്ഥം നിങ്ങൾ മരിച്ചു എന്നാണ് എന്ന് ടോക്കിട്ടോ ഒരു ഡീമൺ സ്ലെയറിനോട് പറയുന്നു. അപ്പോഴാണ് അവൻ ടാഞ്ചിറോയെ കാണുന്നത്. ഹേയ് ടാഞ്ചിറോ, ഞാൻ നീ വരാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു എന്ന് മൂച്ചിറോ അവനോട് പറയുന്നു. ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ടോക്കിറ്റോട് ആ കാക്ക മറ്റു ഡീമൺ സ്ലേയേഴ്സിനെ ഒക്കെ ഇൻസൾട്ട് ചെയ്യുന്നതാണ് കാണുന്നത്. ഡേയ്, നിങ്ങളെ കൊണ്ടൊന്നും ഒരു ഉപകാരമില്ല. വല്ല ഡീമന്റെയും വായപ്പെട്ട് മരിക്കാൻ വേണ്ടി നോക്കടാ. ഒന്നിനും കൊള്ളാത്ത കുറെ എണ്ണം വന്നിരിക്കുക, വെറുതെ എന്റെ മാസ്റ്ററെ മെനക്കെടുത്താൻ എന്ന് ആ കാക്ക പറയുന്നു. ടോക്കിറ്റോട് കാക്ക വരെ ഇവരെ ഇൻസൾട്ട് ചെയ്യുന്നത് കണ്ട് നോക്കിക്കൊണ്ടിരിക്കുവാണ് ടാഞ്ചിറോ. ഓ, കാക്കയാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? വാ തുറന്ന എന്ത് ശബ്ദമാ? ഡേയ്, ഇനി നീ വാ തുറന്ന നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും എന്നാ കാക്ക അവനോട് പറയുന്നു. ഇതേ സമയമാണ് ടാഞ്ചിറോയുടെ അടുത്തോട്ട് മൂച്ചിറോ വരുന്നത്. ഹേയ് ടോക്കിട്ടോ, എത്ര നാളായി കണ്ടിട്ട്. ഇന്നു മുതൽ നിങ്ങൾ എന്നെ ട്രെയിനിങ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനെന്താ, ഞാനും നിന്നെ കുറെ കാലത്തിന് ശേഷമല്ലേ കാണുന്നേ എന്ന് ടോക്കിറ്റോയും പറയുന്നു. അങ്ങനെ ടോക്കിട്ടോ ടാഞ്ചിറോയെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നു. അവിടെ ചെന്ന ടാഞ്ചിറോ കാണുന്നത് മിസ്റ്റർ കാനമോരിയാണ്. ഹേയ് കാനമോരി, എന്തൊക്കെയുണ്ട്? എത്ര നാളായി കണ്ടിട്ട്. ഏയ് ലോർഡ് ടാഞ്ചിറോ, വീണ്ടും കണ്ടതിൽ ഒരുപാട് സന്തോഷം. അതൊക്കെ പോട്ടെ, നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് ടാഞ്ചിറോ അവരോട് ചോദിക്കുന്നു. ഞാൻ വരാൻ പറഞ്ഞിട്ടാ അവര് വന്നേ എന്ന് പറഞ്ഞ ടോക്കിട്ടോ ടാഞ്ചിറോക്ക് ഒരു സോഡ് എടുത്തു കൊടുക്കുന്നു. കുറച്ച് പുറകോട്ട് പോയിട്ട് ആ സോഡ് എന്റെ നേരെ പിടിക്കുക. സോ ടോക്കിട്ടോ പറഞ്ഞ പോലെ തന്നെ അവൻ ചെയ്യുന്നു. ആ, അവിടെ നിന്നോ, അനങ്ങല്ലേ, അങ്ങനെ തന്നെ പിടിച്ചോ എന്ന് പറഞ്ഞ ടോക്കിട്ടോ ഒരു പേപ്പർ പ്ലെയിൻ എടുത്ത് ആ സോഡിന് നേരെ എറിയുന്നു. പെട്ടെന്ന് തന്നെ ആ പ്ലെയിൻ 2 കഷ്ണമായി ടാഞ്ചിറോയുടെ 2 സൈഡിലോട്ടും പോകുന്നു. വാവ്, സൂപ്പർ, കൊള്ളാമല്ലോ. ഇത് വളരെയധികം ഷാർപ്പാണല്ലോ. അതെ, ഇതിനു വേണ്ടിട്ടാ മിസ്റ്റർ കാനമോരിയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എന്റെ സോഡുകൾ എപ്പോഴും വളരെയധികം പെർഫെക്റ്റ് ആയിരിക്കണം. ഏതു നേരത്തും ഒരു യുദ്ധത്തിന് പോവാൻ തക്കവണ്ണമുള്ള ഒരു സ്ഥിതിയിലായിരിക്കണം അത്. ഞാൻ ഈ കാര്യം മാസ്റ്ററിനോട് പറഞ്ഞപ്പോ നിന്റെ ഇഷ്ടം പോലെ അയക്കോ എന്ന് മാസ്റ്ററും പറഞ്ഞു. പിന്നെ സോഡുകളൊക്കെ ഷാർപ്പാക്കാൻ വേണ്ടി ഇവര് തന്നെയാണ് ഇങ്ങനെ ഒരു റൂം ഇവിടെ ഉണ്ടാക്കിയത്. ഇവരെപ്പോഴും ഫുൾ കോൺസെൻട്രേഷൻ അതിലോട്ട് തന്നെ കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാലും ഇവരെപ്പോഴും നമ്മളെ പറ്റിയാണ് ആദ്യം ചിന്തിക്കുന്നത്. അതിന് ശരിക്കും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണമല്ലേ. ഇത് കേട്ട് ടോക്കിറ്റോയും പറഞ്ഞത് ശരിയാണെന്നുള്ള രീതിയിൽ ടാഞ്ചിറോ ടോക്കിറ്റോയെ തന്നെ നോക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ടോക്കിറ്റോ ഡീമൺ സ്ലേയേഴ്സിന് സോഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ മൂവ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. ടോക്കിറ്റോ ഒരു ഡീമൺ സ്ലേയറിന്റെ കൈയിനടിച്ച് അവന്റെ കയ്യിലുണ്ടായിരുന്ന മരത്തിന്റെ സോഡ് താഴെ ഇടുന്നു. പിന്നീട് അവനോട് അത് എടുക്കാൻ പറയുന്നു. അതെടുത്ത് അവൻ ടോക്കിറ്റോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ട് ടോക്കിറ്റോ അവനെ അടിച്ച് താഴെ ഇടുവാണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ എതിരാളികൾക്ക് പറ്റിയ ഒരു പോരാളിയല്ല. സത്യം പറഞ്ഞ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീയിലോട്ട് പറക്കുന്ന പുഴുവിനെ പോലെയാണ് നിങ്ങൾ. നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്ന ഒരു ഡീമന്റെ മുൻപിൽ ശരി ഞാൻ തോറ്റു, എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമോ നീ 10ൽ 9 ആണെങ്കിൽ പോലും ആ ഒന്നിന്റെ നഷ്ടം വളരെയധികം മാരകമായിരിക്കും. നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്ന കഴിവുകൾ നേടിയെടുക്കുന്നതിന് ഓരോ മൂവ്മെന്റ്സും വളരെ ശ്രദ്ധയോടെ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമുക്കതിനെ ഒരു ദിവസം എന്ന് വിളിക്കാം എന്ന് പറഞ്ഞ് മൂച്ചിറോ അവിടെ നിന്നും പോകുന്നു. അടികൊണ്ട് അവന് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുവാണ് ടാഞ്ചിറോ. ഹേയ് ടാഞ്ചിറോ, ഈ ഹാഷറ ട്രെയിനിങ്ങില് എന്തെങ്കിലും ചെറിയ ഇളവ് വരുത്താൻ നിങ്ങൾ ഹാഷറയോട് പറയോ? അതെ, ശരിയാ. ഇത് ഇങ്ങനെ തന്നെ തുടർന്ന ഒരു ഡീമനെ കാണുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും. ഓ, അത് ടോക്കിറ്റോക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഒറ്റയ്ക്ക് നിർത്താൻ അവരാണ് നമ്മളെ പരിശീലിപ്പിക്കുന്നത് എന്ന് ടാഞ്ചിറോയും പറയുന്നു. സോ ട്രെയിനിങ് ചെയ്ത് അവർക്കും അടുത്തു.
ഒരു എന്റർടൈൻമെന്റ് പോലും ഇല്ലാതെ എപ്പോഴും ട്രെയിനിങ് എന്ന് പറഞ്ഞ് ആ ട്രെയിനിങ്ങിനോടുള്ള ഇൻട്രസ്റ്റ് തന്നെ ഇപ്പൊ അവർക്ക് പോയിരിക്കുന്നു. അങ്ങനെ അന്നത്തെ ട്രെയിനിങ് കഴിഞ്ഞ് അവരെല്ലാവരും വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ടോക്കിട്ടോ പുറത്തോട്ട് പോകുന്നത് അവർ കാണുന്നത്. ടോക്കിട്ടോ, ഇവരിതെങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുകയാണ് ടാഞ്ചറോ. ഒരുപക്ഷെ ഡിന്നർ വല്ലതും കഴിക്കാൻ പോവായിരിക്കും എന്ന് മറ്റ് ഡീമൺ സ്ലേയേഴ്സും പറയുന്നു. സമയം രാത്രിയാവുന്നു. ഗ്രാമത്തിലെ എല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നുറങ്ങുന്നു. അപ്പോഴാണ് ഇതിനു മുൻപ് നമ്മൾ കണ്ട നമ്പർ 4 എന്നെഴുതിയ ആ കണ്ണിനെ പോലെയുള്ള ഒരു ലോഡ് കണ്ണുകൾ ആ ഗ്രാമത്തിലൂടെ മുഴുവനായിട്ട് ഓടി നടക്കുന്നു. അപ്പോഴാണ് ആ കണ്ണുകളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡീമണെ നമ്മൾ കാണുന്നത്. തന്റെ കയ്യിലുള്ള ഗിറ്റാർ ഉപയോഗിച്ച് ആ കണ്ണുകളെ വെച്ച് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഡീമൺ. ഇതേ സമയമാണ് മുയിച്ചിറോ ടോക്കിട്ടോ ആ ഗ്രാമത്തിലൂടെ ഓടുന്നതായിട്ട് ആ ഡീമൺ കാണുന്നത്. അവിടെ കട്ടിയത് നമ്മൾ കാണുന്നത് സനമിയെയും ഒബനായിയാണ്. വിൻഡ് ബ്രീത്തിങ് 4th ഫോം, സർപ്പന്റ് ബ്രീത്തിങ് 5th ഫോം എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നു. ഇത് കൊള്ളാലോ എന്ന് ജനമി ഒബനായോട് പറയുന്ന സമയത്താണ് ടോക്കിട്ടോ അങ്ങോട്ട് വരുന്നത്. ഹേയ്, ഞാനും കൂടി നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യട്ടെ? ടോക്കിട്ടോ, എല്ലാ ദിവസവും നിങ്ങൾ ഇങ്ങോട്ട് വരാറുണ്ട്. ഇത് നിങ്ങളുടെ പകൽ ട്രെയിനിങ്ങിനെ ബാധിക്കുന്നില്ലേ എന്ന് ജനമി അവനോട് ചോദിക്കുന്നു. ട്രെയിനിങ് കോപ്സിന് അവർ കൊടുക്കുന്ന ട്രെയിനിങ് തന്നെ ധാരാളമാണ്. പക്ഷേ എനിക്കത് പോരാ. ഡീമൺസിനെ ഇപ്പൊ കാണാത്തതുകൊണ്ട് ഇവർക്ക് ഇവരുടെ കഴിവ് ഉപയോഗിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പൊ കിട്ടുന്നില്ല. അതുകൊണ്ട് ഇവർ 3 പേരും ഇവരെ തന്നെ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി ഇവരെ തന്നെ ഫൈറ്റ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞ ഇതാണ് യഥാർത്ഥ ഹാഷറ ട്രെയിനിങ് എന്ന് ജനമി അവരോട് പറയുന്നു. ശരി, ഞാനും ജനമിയും ഒരു ടീം. ഞങ്ങളെ തടുക്കാൻ പറ്റുമെന്ന് നീ ഒന്ന് നോക്ക് എന്ന് ഒബനായി ടോക്കിട്ടോട് പറയുന്നു. പിന്നീട് നമ്മൾ അവിടെ കാണുന്നത് ഹാഷറാസ് തമ്മിലുള്ള ട്രെയിനിങ് ആണ്. മുയിച്ചിറോ ആദ്യം ഒബനായി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഒബനായിക്ക് ഒന്ന് ചിന്തിക്കാൻ പോലും സമയം കിട്ടിയില്ല. അതിനോടകം തന്നെ മുയിച്ചിറോ അവനെ അടിക്കുന്നു. പിന്നീട് ജനമി മുയിച്ചിറോയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ടോക്കിട്ടോയുടെ അടുത്തോട്ട് വീണ്ടും ഒബനായി വരുന്നു. അവർ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടക്കി ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മരത്തിന്റെ സോഡ് വെച്ചിട്ടാണ് അവർ അറ്റാക്ക് ചെയ്യുന്നതെങ്കിലും അവരുടെ 3 പേരുടെയും സ്പീഡ് കാരണം നമ്മളെ കൊണ്ട് അതൊന്നും കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് ഒരു യുദ്ധക്കളം പോലെ ആക്കി മാറ്റുവാണ് ആ സ്ഥലം. ഇന്നത്തെ ട്രെയിനിങ്ങും എപ്പോഴത്തെയും പോലെ അവസാനിച്ചു. ശരിക്കും ഒരാളങ്ങ് വേദനിപ്പിക്കാൻ പറ്റിയില്ല. എന്തായാലും ഇത് കൊള്ളാം. കോപ്സുകൾക്ക് ട്രെയിനിങ് കൊടുക്കും. രാത്രി നമ്മൾ ട്രെയിനിങ് ചെയ്യും എന്ന് ജനമി അവരോട് പറയുന്നു. ടോക്കിട്ടോ, എങ്ങനെ പോകുന്നു നിന്റെ ട്രെയിനിങ് എന്ന് ഒബനായി അവനോട് ചോദിക്കുന്നു. ഇന്ന് എന്റെ അടുത്തോട്ട് ടാഞ്ചറോ വന്നു. ഇത് കേട്ട ഒബനായി വളരെ പെട്ടെന്ന് തന്നെ നിന്റെ അടുത്ത് അവൻ എത്തിയോ എന്ന് ചോദിക്കുന്നു. അതെ, അവന്റെ ശരീരത്തിലുള്ള മുറിവുകളൊക്കെ പതിയെ ഹീലാവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ അത് പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടാവും. അതൊക്കെ ശരി. എന്നാലും അവൻ എന്റെ അടുത്തോട്ടൊന്ന് എത്തിക്കോട്ടെ. ഒരു യഥാർത്ഥ ഹാഷറയുടെ കഴിവെന്താണെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കാം. എന്റെ അടുത്തുനിന്ന് അവൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. എന്തായാലും ഗുഡ് ലക്ക് ടാഞ്ചറോ എന്ന് വിളിച്ച് പറയുവാണ് ജനമി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ്. മുയിച്ചിറോ എല്ലാ ഡീമൺ സ്ലേയേഴ്സിനും ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എത്രയൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടും മുയിച്ചിറോയുടെ കൂടെ പിടിച്ചു നിൽക്കാൻ ആരെ കൊണ്ടും പറ്റുന്നില്ല. അപ്പോഴാണ് മുയിച്ചിറോ അവരോട് ആ കാര്യം പറയുന്നത്. ഈ വുഡൻ സ്വോർഡ് ഇതുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ടാണോ നിങ്ങൾക്ക് അത്ര ടെൻഷൻ ഇല്ലാത്ത? എന്തായാലും നമുക്കിനി ഒറിജിനൽ സ്വോർഡ് വെച്ച് ട്രെയിനിങ് ചെയ്യാം. അങ്ങനെ ഒരു ഒറിജിനൽ സ്വോർഡ് വെച്ച് അവർ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുവാണ്. അപ്പോഴാണ് അത് പിടിച്ചിരിക്കുന്ന ഡീമൺ സ്ലെയർ നന്നായിട്ട് കിതയ്ക്കുന്നത് കാണുന്നത്. കാരണം അവന്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു ഹാഷറയാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാ തന്റെ തല പോകുന്നുള്ള കാര്യം അവന് മനസ്സിലാവുന്നു. അവന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കിയ ടാഞ്ചറോ, ഹേയ് മുയിച്ചിറോ, ഇതിപ്പോ ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും നല്ലത് എന്ന മുയിച്ചിറോ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവനാണെങ്കിൽ പേടിച്ച് താഴെ വീഴുന്നു. എന്നെ കൊണ്ട് പറ്റില്ല, ഇത് ഉപയോഗിച്ച് എന്നെ കൊണ്ട് പറ്റില്ല. കുഴപ്പമില്ല, നീ എന്തായാലും ഇപ്രാവശ്യം ആലോചിക്കാതെ അറ്റാക്ക് ചെയ്യാൻ വന്നില്ലല്ലോ. അതുകൊണ്ട് ഇത് ജസ്റ്റ് പ്രോഗ്രസ് ആക്കി മാറ്റാം. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നിങ്ങളെപ്പോലെ ഫൈറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അതും ഈ സോഡ് ഉപയോഗിച്ച് എനിക്ക് നിങ്ങളുടെ കൂടെ ഏറ്റുമുട്ടാൻ സാധിക്കില്ല. എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ എല്ലാ ദിവസവും രാത്രി ഒരു സ്ഥലത്തോട്ട് പോവാറുണ്ട്. തിരിച്ചു വരുമ്പോ നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാടധികം മുറിവുകളും ഉണ്ടാവാറുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഞാൻ അത് ശ്രദ്ധിക്കാറുള്ളതാ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്തായാലും ഇനി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഞങ്ങളുടെ ബെസ്റ്റ് എന്നെ കൊടുത്ത് ട്രെയിനിങ് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് അത് പ്രോമിസ് ചെയ്യുന്നു. എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് എന്നെ കൊടുക്കുമെന്ന്. പക്ഷെ അതൊന്നും വെച്ചിട്ട് നിങ്ങളെ കൊണ്ട് ഒരു പവർഫുൾ ഡീമണെ ഏറ്റുമുട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എനിക്ക് യാതൊരുവിധ ആഗ്രഹവുമില്ല നിങ്ങൾ ഒരു ഡീമന്റെ കൈ കൊണ്ട് മരിക്കണമെന്നുള്ളത്. ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നേ ഉള്ളൂ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരുപാട് കാലം നിങ്ങൾ ജീവിക്കണം. ഇത് കേട്ട് ടാഞ്ചറോയ്ക്കും സന്തോഷാവുന്നു. പിന്നീട് ഒരുപാട് ദിവസങ്ങൾ കടന്നു പോകുന്നു. ഇപ്പൊ മുയിച്ചിറോയും ടാഞ്ചറോയും തമ്മിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. മുയിച്ചിറോ തന്റെ ഫുൾ സ്ട്രെങ്ത് എടുത്ത് ടാഞ്ചറോയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ടാഞ്ചറോ അതൊക്കെ തടുക്കുവാണ്. ടാഞ്ചറോ, നിന്റെ മൂവ്മെന്റ്സ് ഒക്കെ വളരെ സ്മൂത്ത് ആവാൻ വേണ്ടി നീ നല്ല രീതിക്ക് റിലാക്സ് ആവണം. എന്നാലേ നിന്റെ എതിരാളിയെ നിനക്ക് പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ സാധിക്കൂ. ഇത് കേട്ട് ടാഞ്ചറോ മുയിച്ചിറോ പറഞ്ഞതുപോലെ തന്നെ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. മുയിച്ചിറോയുടെ എല്ലാ അറ്റാക്കും ടാഞ്ചറോ തടുത്തു നിർത്തുന്നു. പെട്ടെന്നാണ് ടാഞ്ചറോ മുയിച്ചിറോക്ക് നേരെ ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നത്. ഇത് കണ്ട് മുയിച്ചിറോക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഹേയ് ടാഞ്ചറോ, പഴയതിനേക്കാൾ നിന്റെ മൂവ്മെന്റ്സ് ഒക്കെ വളരെ നല്ല രീതിയിൽ ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഇനി നിനക്ക് അടുത്ത ലെവലിലോട്ട് പോവാനുള്ള സമയമായി.
ഇത് കേട്ട് ടാഞ്ചിറോക്ക് അത്ഭുതം തോന്നുന്നു. കാരണം അവൻ അവിടെ വന്നിട്ട് വെറും 5 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. നിങ്ങൾ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ? അതെ, ഞാൻ പറഞ്ഞു തന്ന പോലെ തന്നെ നീ നന്നായിട്ട് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ കൂടുതലൊന്നും എന്റെ അടുത്ത് നിന്ന് നിനക്ക് പഠിക്കാനില്ല എന്ന് മൂച്ചർ അവനോട് പറയുന്നു. ഇത് കേട്ട് മൂച്ചറുടെ പുറകിൽ നിൽക്കുന്ന 4 ഡീമൺ സ്ലേയേഴ്സ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങളും അടുത്ത ഹാഷ്റിയുടെ അടുത്തോട്ട് പോയിക്കോട്ടെ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് 2 ആഴ്ചയായേ. നിങ്ങൾ എന്തീ പറഞ്ഞു വരുന്നേ? ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മര്യാദയ്ക്ക് ചെയ്യാൻ നോക്ക. ഈ ട്രെയിനിങ് കഴിഞ്ഞെങ്കിൽ ഇനിയുള്ളത് ഡെമ്മി അറ്റാക്ക് ചെയ്യുന്ന ട്രെയിനിങ് ആണ്. അത് പോയി ചെയ്. ഇതേട്ട് ആ ഡീമൺ സ്ലേയേഴ്സ് എല്ലാവരും ഓ വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുവാണ്. അപ്പോഴാണ് ടാഞ്ചറോ ആ കാര്യം പറയുന്നത്. മുയിച്ചറോ, നമുക്ക് എല്ലാവർക്കും പേപ്പർ പ്ലെയിൻ പറത്തുന്ന ഒരു കോമ്പറ്റീഷൻ വെച്ചാലോ? സോ ഇത് കേട്ട് മുയിച്ചറോ അവനെ തന്നെ നോക്കുന്നു. സോ മുയിച്ചറോക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്താണെന്ന് കാനമോരിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടാഞ്ചറോ. പുള്ളിക്ക് ഈ പേപ്പർ പ്ലെയിൻ ഒക്കെ ഉണ്ടാക്കി പറത്തുന്നത് ഭയങ്കര ഇഷ്ടമാ എന്ന് കാനമോരി അവനോട് പറയുന്നു. ഈ ഒരു മത്സരത്തിൽ ഞാൻ വിജയിച്ചാ നിങ്ങൾ മറ്റുള്ള മെമ്പേഴ്സിനോട് വളരെ നന്നായിട്ട് പെരുമാറണം. ഇത് കേട്ട് മുയിച്ചറോ അവനെ തന്നെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നു. സോ മറ്റു ഡീമൺ സ്ലേയേഴ്സിന് വേണ്ടി ടാഞ്ചറോ സംസാരിച്ചതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും സന്തോഷാവുന്നു. അങ്ങനെ അവർ രണ്ടുപേരും മത്സരത്തിന് തയ്യാറാവുന്നു. എല്ലാ ഡീമൺ സ്ലേയേഴ്സും അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത്, ഒരു പ്രാവശ്യം ഞാൻ ജയിച്ചാ ഈ മത്സരം അവസാനിക്കുമോ അല്ലേ? അതെ, പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല എന്ന് മൂച്ചർ അവനോട് പറയുന്നു. അങ്ങനെ രണ്ടുപേരും പ്ലെയിൻ പറത്താൻ റെഡി ആയിട്ട് നിൽക്കുന്നു. എല്ലാവരും ടാഞ്ചറോയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റ് ടൈം ടാഞ്ചറോ അത് എഴിഞ്ഞ സമയത്ത് കുറച്ച് ദൂരം പോയി താഴെ വീഴുന്നു. വീണ്ടും അവർ മത്സരിക്കുന്നു. അങ്ങനെ 10 റൗണ്ടുകൾ കഴിയുന്നു. 10ലും ടാഞ്ചറോ 8 നിലയെ പൊട്ടി. ഒന്നിലും പോലും വിജയിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് നിലത്തിരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ് ടാഞ്ചറോ. ഇതേ സമയം എല്ലാ ഡീമൺ സ്ലേയേഴ്സും ഞങ്ങൾക്കൊരു ചാൻസ് തരൂ എന്ന് മൂച്ചറോട് പറയുന്നു. സോ അവരെല്ലാവരും പേപ്പർ പ്ലെയിൻ ഉണ്ടാക്കി മൂച്ചറോടെ കൂടെ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരുമിച്ച് അവരെല്ലാവരും ഉണ്ടാക്കിയ പേപ്പർ പ്ലെയിൻ ആകാശത്തിലോട്ട് പറത്തുന്നു. എല്ലാ പ്ലെയിനുകളും ഒരുമിച്ച് പറന്നു പോകുന്നത് കണ്ട് അവരെല്ലാവരും അതിലോട്ട് എന്നെ വായും പൊളിച്ച് നോക്കിയിരിക്കുന്നു. ആക്ച്വലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണ് എത്ര മുതുക്കന്മാരും കുട്ടികളായിട്ട് മാറുന്നത്. ഒരുപാട് കാലമായിട്ട് ചെയ്യുന്ന ട്രെയിനിങ്ങിനും ഹാർഡ് വർക്കിനും ശേഷം അവരിപ്പോ ഒന്ന് റിലാക്സ് ആവുന്നത് ഇപ്പോഴായിരുന്നു. മുയിച്ചറോക്കും അത് ഒരുപാടധികം സന്തോഷാവുന്നു. അതെ, മൂസാൻ കിബിസുജി ഇപ്പൊ ടാർഗറ്റ് ചെയ്യുന്നത് നിസുഗോയാണ്. അതിന് കാരണം അവൾക്കിപ്പോ സൂര്യപ്രകാശത്ത് ഇറങ്ങി നടക്കാൻ പറ്റും. മാത്രമല്ല ഇപ്പൊ ഒരുപാട് കാലമായിട്ട് ഡീമൺസിനെ ഒന്നും കാണാനില്ല. അതെ, അത് നല്ല കാര്യമാണ്. ഇപ്പൊ ഡീമൺസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാ ഹാഷറാസിനും ട്രെയിനിങ്ങിലോട്ട് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത്രയും കാലം നിസുക്കോയെ പിരിഞ്ഞിരിക്കാന് എനിക്ക് ഒരുപാടധികം സങ്കടമുണ്ട്. പക്ഷെ എന്റെ മിഷനിൽ എനിക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ അത് ഞാൻ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ അത് കാരണം അവൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നാൽ ഈ ഡീമൺസ് ഒക്കെ ഇത് എവിടെ പോയി എന്ന് ടാഞ്ചറോ ചിന്തിക്കുന്നു. ഡീമൺസിനെ എല്ലാം ഒത്തുചേർത്ത് മൂസാൻ കിബുക്സുജി ഒരു വലിയ യുദ്ധത്തിനാണ് പ്ലാൻ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയാ. ഇനി അത് എന്തായാലും ഞാൻ ഒരുപാടധികം ഹാർഡ് വർക്ക് ചെയ്ത് എന്റെ ബെസ്റ്റ് എന്നെ കൊടുത്ത് നിസുക്കോയെ രക്ഷിക്കും. തീർച്ചയായിട്ടും ഞാൻ അത് ചെയ്യും എന്ന് ടാഞ്ചറോ പറയുന്നു. നിസുക്കോ ഇപ്പൊ സേഫ് ആണോ എന്ന് ചോദിക്കുകയാണ് മൂച്ചറോ. അതെ, ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാളുടെ കൂടെയാണ് ഇപ്പൊ അവൾ. സോ അത് മറ്റാരുമല്ല, മാസ്റ്റർ ഉറോക്കോടാക്കിയായിരുന്നു അതാ. ടാഞ്ചറോ, തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു അവസാനം നമ്മൾ കണ്ടെത്തണം. നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് മൂസാൻ കിബുക്സുജിയെ ഇല്ലാതാക്കണം. ഇത് കേട്ട് ടാഞ്ചറോ അതെ എന്ന് പറഞ്ഞ് തലയാട്ടുന്നു. സോ ടോക്കിട്ടോയുടെ അടുത്തുള്ള ട്രെയിനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ടാഞ്ചറോ ഇപ്പൊ പോകുന്നത് മിക്സൂരിയുടെ അടുത്തോട്ടാണ്. ഒരുപാട് കാലത്തിന് ശേഷം ടാഞ്ചറോയെ കണ്ട മിക്സൂരിക്ക് സന്തോഷാവുന്നു. മിസ് കാൻഡ്രോജി, നിങ്ങൾ ഇവിടെ തേനീച്ചയെ വളർത്തുന്നുണ്ടോ? നല്ല തേനിന്റെ മണമുണ്ടല്ലോ. ഓ, നീ അത് കണ്ടുപിടിച്ചല്ലേ? ബ്രെഡും തേനും അത് നല്ല കോമ്പിനേഷനാ. അതുകൊണ്ടാ ഞാൻ തേനീച്ചയെ വളർത്തുന്നത്. അങ്ങനെ മിക്സൂരി അവനെ അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോവാണ്. ഞാൻ നിനക്ക് നല്ല ചായയും പാൻ കേക്കും തരാം, വാ. ഇത് കേട്ട് ടാഞ്ചറോ, ഞാനിവിടെ ട്രെയിനിങ്ങിന് തന്നെയല്ലേ വന്നേ ദൈവമേ എന്ന് ചിന്തിക്കുന്നു. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്തരത്തിലുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതുവരേക്കും ബൈ.